നമ്മളിപ്പോ വന്നിരിക്കുന്ന വാക്സ് മ്യൂസിയത്തിലാണ്. നമ്മൾ കന്യാകുമാരിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ രാവിലെ ട്രെയിൻ കയറിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വാക്സ് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. ബോർഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അവിടെ നോക്കാം. ഇതിന്റെ പെർഫെക്ഷൻ അല്ലേ, നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മെഴുകാണ്, ആരും വന്നാൽ തൊടുകയും ചെയ്യരുത്. പിന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായിട്ട് ഇവിടെ ഈ ബോർഡ് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ, ഒന്ന് എഴുതി വെച്ചോളൂ, കാണിച്ചു കൊടുത്തോളൂ. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി കൂടിയ ഒരു സംഗീതജ്ഞനാണ് MS സുബ്ബലക്ഷ്മി എന്നാണ്. അവിടെ എല്ലാ മരിച്ചതും ജനിച്ചതും എല്ലാ പേരും കൊടുത്തിട്ടുണ്ട് അവിടെ. ഇത് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാവികനാണ്. അദ്ദേഹത്തിന്റെ വാക്സ്, അതിലെ മുറി പറ്റിയിട്ട് സ്റ്റിച്ചിട്ട് അടയാളം, ഗണ്ണ്, വിരൽ അതൊന്ന് വീഡിയോയിലൊന്ന് കാണിച്ചു കൊടുക്കുക. വളരെ ചുളിവ് പെർഫെക്ഷൻ ആയിട്ട് എല്ലാ സാധനവും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് വന്ന് കാണണം നിങ്ങൾ എല്ലാവരും കാണണം. പിന്നെ അവിടെ അതിന്റെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സ്വന്തം സൂപ്പർ സ്റ്റാർ വിജയ് ആണ് ഇത് മുന്നിൽ നിൽക്കുന്നത്. നമ്മളിപ്പോ അമിതാഭ് ബച്ചന്റെ ഒപ്പാണ് നിൽക്കുന്നത്. ഇതാണ് മാപ്പാപ്പ, മരിച്ചുപോയി. പിന്നെ ഹോളിവുഡ് സിനിമകളിലെ 2 ആക്ടേഴ്സ് ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. മുറി പറ്റിയ ഭാഗം ഇവിടെ മൊട്ട അടിച്ചിട്ടുള്ള അവിടെ മുറി പറ്റിയ ഭാഗം, ഇവിടെ ചുളിഞ്ഞ ഭാഗം നമുക്ക് ഇവിടെ കാണാം. ഇത് നമ്മുടെ സ്വന്തം ഷാറുഖ് ഖാനാണ്. ഓക്കെ, അപ്പുറത്ത് നമ്മുടെ ഡാൻസർ നിൽക്കുന്നുണ്ട്, മൈക്കിൾ ജാക്സൺ ഇരിക്കുന്നത്. അവിടെ അവരുടെ ഫോട്ടോസ് അവിടെ. ഡേവിഡ് ബക്കാം സാറാണ് അവിടെ വെക്കുന്നത്. അവിടെ അവരുടെ സാർ ഐസക് ന്യൂട്ടൻ ആണ്. ഇത് നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവ് ടാഗോർ സാറാണ്. ഇത് ടാഗോർ സാറാണ് നമ്മുടെ മുന്നിൽ. നമ്മളൊരു വലിയ സംഭവത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് നമ്മുടെ ലോകത്തിനെ മൊത്തം ചിരിപ്പിച്ച്, നമ്മൾ സംസാരിക്കാതെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ ലോക ചാമ്പ്യൻഷിപ്പ് അങ്ങനെയൊക്കെ പറയാൻ, അത്രയും വിവരിക്കാനുള്ള ഒരു മഹാൻ ആണ് നമ്മുടെ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്.